നിങ്ങൾ ഉന്നുന്നത് ഞങ്ങളെയാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ മറ്റവരുടെ അന്ത്യത്തിന് വേണ്ടി ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളെ ലക്ഷ്യമിട്ടിറങ്ങി അവരുടെ അന്ത്യം നിങ്ങൾ തന്നെ ആ കൂതാശ നിർവഹിച്ചു കൊടുക്കും, ഒരു സംശയം വേണ്ട. ഇപ്പോൾ കെ ആന്റണി സാറിൻ്റെ കാലത്തല്ലേ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് അവാർഡ് കിട്ടിയത് ഫാൽക്കെ? അത് ചായ മേടിച്ചു കൊടുത്തു. നിങ്ങൾ ഇതൊക്കെ എന്താ ചോദിക്കാത്തത്? ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ വരുമ്പോൾ ഇതൊക്കെ ചോദിക്കണ്ടേ? ഈ ഈ ഈ സാംസ്കാരിക മേഖല അങ്ങ് ഉന്നതമായ ഉയരങ്ങളിലേക്ക് ഉയർത്തിയ ആളുകളാണല്ലോ UDF. ഒരു ചായ ആ മനുഷ്യൻ മേടിച്ച് കൊടുത്തില്ലല്ലോ, ഫാൽക്കെ അവാർഡ് മേടിച്ചു. അപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചത് മലയാളത്തിന് ഒരു വലിയ അവാർഡ് കൊണ്ടുവന്നിരിക്കുന്നു, ഒരു പുരസ്കാരം. അതിനെ ആദരിക്കുക. അത് പണമല്ല അവിടെ പ്രശ്നം. ഏറ്റവും മാന്യമായി നടത്തിയൊരു പരിപാടിയാണ് നിങ്ങൾ എടുത്തത്. എല്ലാ പരിപാടിയും നിങ്ങൾ എടുത്തതാണ്. അതനുസരിച്ച് ജനങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നു. 2021 നിങ്ങൾ ഈ പണിയെല്ലാം ചെയ്തു. പറയാവുന്ന എല്ലാം പറഞ്ഞു. ഞങ്ങൾ 100 സീറ്റ് ജയിച്ചു. ഇപ്പം നിങ്ങൾ ഈ തുടങ്ങിയേക്കുന്നത് ഞങ്ങൾക്ക് നല്ല സൗകര്യത്തിൽ ഒരു 102 വരെ സീറ്റ് കിട്ടാൻ സാധ്യത എത്തിയിരിക്കുക. നമുക്ക് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതണം. എഴുതുമ്പോൾ നമുക്ക് അനുകൂലമായി വരുന്നുണ്ട് സംഗതി. എല്ലാം മൊത്തത്തിൽ കറങ്ങി സംഗതി എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ സേവ മാധ്യമങ്ങൾ എന്താ അറിയോ, നിങ്ങൾ ഉന്നുന്നത് ഞങ്ങളെയാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ മറ്റവരുടെ അന്ത്യത്തിന് വേണ്ടി ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളെ ലക്ഷ്യമിട്ടിറങ്ങി അവരുടെ അന്ത്യം നിങ്ങൾ തന്നെ ആ കൂതാശ നിർവഹിച്ചു കൊടുക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ അതാണല്ലോ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞത്. എവിടെ ചെന്ന് അവസാനിച്ചു? എന്തെങ്കിലും അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് ഒരു വസ്തുതയില്ലാത്തതോടി കുറച്ചുകൂടി സഹതാവും. ഒന്നും അവസാനിക്കാനില്ല. എന്ത് ഇടി ഒക്കെ വ്യക്തത വരുത്തിയല്ലേ? എത്രയോ ഇടി കണ്ടു ഞങ്ങൾ. നിങ്ങൾ 2021 ഈ മുഖ്യമന്ത്രി ഇതുപോലെ ടാർഗറ്റ് ചെയ്തിറങ്ങിയാണ് ഞങ്ങൾക്ക് 92 സീറ്റ് കിട്ടിയത്. നിങ്ങളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും UDFനോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇറങ്ങരുത്. ആ മനുഷ്യൻ്റെ സഹതാപം കൂടി 110 സീറ്റ് കിട്ടും.